ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജനറൽ കൺവെൻഷനുണ്ട്. ഇതൊക്കെ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ദേശം നശിക്കാതിരിക്കാൻ, ദേശത്തെ ജനം നശിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഇതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വളരെ പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനായ ദൈവം സ്വർഗീയ കലവറകളുടെ അതിന്റെ ട്രഷറിന്റെ അല്ലെങ്കിൽ ഒരു താക്കോൽ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പ്രാപിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ ഒട്ടുമുത്തി നിൽക്കുന്നവന് അല്ലെങ്കിൽ സ്വർഗീയമായ ട്രഷറുകളെ തുറന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ നടത്തുന്ന ഒരു വല്ലഭനായ ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവത്തെ ഈ ദിവസങ്ങളെല്ലാം വേണ്ടും വണ്ണം ഏറ്റെടുത്തുകൊണ്ട് അവനോട് ചേർന്ന് ജീവിപ്പാൻ നമുക്ക് കഴിയുന്നെങ്കിൽ, ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ വിടുതലുകളെ പ്രാപിപ്പാൻ ഇടയായി തീരും. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. എനിക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന്മാരോട് എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രയർ ബോർഡിന്റെ പേരിലും എല്ലാ നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മെ പിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തോത് നമ്മൾ കേട്ടു. ഇന്ന് ഒന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയിനെ. നമ്മുടെ ദൈവം സ്തോത്രം സാധ്യതകളുടെ ദൈവമാണ്. നമ്മൾ വിശ്വസിക്കാത്ത കാര്യങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കാത്തതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള വിഷയങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ കേട്ട ആലോചന യാക്കോബിന്റെ സ്തോത്രം ലേഖനത്തിൽ നമ്മൾ വായിച്ചത് എന്താ? ഏലിയാവ് നമുക്ക് എങ്കിലും അവൻ പ്രാർത്ഥിച്ചു. സ്തോത്രം. എന്ത് കഴിഞ്ഞു? അടുത്ത 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് വലിയ മഴ പെയ്തു. ദേശത്തെ ക്ഷാമം മാറി. ഒരു ഭക്തൻ പ്രാർത്ഥിച്ചാൽ പലതും നടക്കും. ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ പലതും നടക്കും. ഹല്ലേലൂയ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. നമ്മെ അമർച്ച ചെയ്യുന്ന പൈശാചിക പോരുകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ ആ സഭയും കുടുംബങ്ങളും എല്ലാം രക്ഷപ്പെടും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ടത് ദൈവവചന പ്രകാരം ചെയ്യണം. ക്രമീകരിക്കേണ്ട ഭാഗം ക്രമീകരിക്കപ്പെടണം. ഹല്ലേലൂയ. വിട്ടുകളയേണ്ടതൊക്കെ വിട്ടുകളയണം. ചേർക്കപ്പെടേണ്ടത് ചേർക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇടിഞ്ഞു പോയ ഭാഗം ക്രമീകരിക്കപ്പെടണം. എങ്കിൽ മാത്രമേ യാഗം പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. തീ ഇറങ്ങണമെങ്കിൽ നമ്മൾ ഒരു പൂർണ്ണതയിലേക്ക് വന്നിരിക്കണം. വ്യവസ്ഥാപിതമല്ലാത്ത ഒരു ആരാധനയിലും ദൈവം പ്രസാദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കുറെ ഒച്ചപ്പാട് വെച്ചതുകൊണ്ട് പ്രസാദിക്കണമെന്നില്ല. പക്ഷേ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോഴാണ് ആ ശബ്ദത്തിന്റെ മുമ്പിൽ ദൈവം വെളിപ്പെട്ട് വിഷയങ്ങൾക്ക് വിടുതരുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭക്തൻ പ്രാർത്ഥിച്ചാൽ അത് പൂവണിയും. അത് പുതിയ ഫലം കായ്ക്കും. ഈ ഒരു നല്ല സന്ദേശം കേട്ട് നാം പ്രാർത്ഥിച്ചു മടങ്ങുമ്പോൾ ദൈവമക്കളെ ഒരു പുതിയ അനുഭവമായി ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ സെന്റർ വൈസിൽ നടക്കുന്നതായിട്ടുള്ള എല്ലാ പ്രോഗ്രാമിലും ദൈവമക്കൾ സഹകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏതാനും ചിലരൊക്കെ വരാൻ കഴിയത്തില്ല. ഓരോരുത്തരും ഓരോ സാഹചര്യമാണ്. പക്ഷേ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓരോ മീറ്റിങ്ങുകളിലും ദൈവമക്കൾ സംബന്ധിക്കുന്നു എന്നത് സന്തോഷമാണ്. ദൈവദാസന്മാർ ഒരുമിച്ചുള്ളതായ കൂട്ടായ്മകൾ എന്നും നമുക്കൊരു അനുഗ്രഹമാണ്. നാളെ നടക്കുന്നതായ നമ്മുടെ എല്ലമിന്റെ സെമിനാർ ഇതേ ഹോളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. സഹോദരിമാർ മുമ്പേ ആരോ ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ ഇന്ന് വന്നല്ലോ, അതുകൊണ്ട് ഈ ആഴ്ചത്തേക്കുള്ളത് കിട്ടി, നാളത്തേക്കുള്ളതും ഇന്ന് കിട്ടി എന്ന് പറഞ്ഞ് ഇരിക്കരുത്. നാളെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂത് കേൾക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവദാസിയെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഡിപ്പാർട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ട്. നാളെ നടക്കുന്ന സെമിനാറിൽ എല്ലാ സഹോദരിമാരും വന്ന് സംബന്ധിക്കണം. പ്രത്യുത സഹോദരന്മാരും വന്ന് സംബന്ധിക്കണം. നമ്മുടെ സെന്ററിലുള്ള സകല ദൈവദാസന്മാരും നാളത്തെ മീറ്റിംഗിൽ ഉണ്ടാവണം.
എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോൾ ഈ വർഷം മുതൽ സെൻട്രൽ പാസ്റ്റേഴ്സിൻ്റെ കോൺഫറൻസിൽ എടുത്ത ഒരു തീരുമാനവും നിർദ്ദേശവും നമ്മുടെ സെൻറ്ററിൽ നടക്കുന്ന പൊതു കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് അവിടെ ഹാജരായി ഏൽപ്പിക്കണം എന്നറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നിവിടെ ഹാജരെടുത്തത്. നിശ്ചയമായിട്ടും ഇത് ഗൗരവബോധത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ദൈവദാസന്മാർ. ഞാൻ ദൈവദാസന്മാർ ആരെങ്കിലും വരാതിരുന്നാൽ ഞാൻ വഴക്ക് പറയാറില്ല. എനിക്ക് വഴക്ക് പറയുന്ന ഡ്യൂട്ടി ഇല്ല. സ്തോത്രം. പക്ഷേ സ്തോത്രം, സ്വയമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചത് എന്തിനാണ് എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സജ്ജമായിരിക്കണം എന്നൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഈ ലിസ്റ്റെല്ലാം ഞാൻ അവിടോട്ട് കൊടുക്കുകയുള്ളൂ. സ്തോത്രം. ആരെങ്കിലും ദേവദാസന്മാരെ സ്റ്റേറ്റ് ഓവർ സിറോ ചുമതലപ്പെട്ടവരെ വിളിച്ചാൽ ഞാനതിനകത്ത് ഉത്തരവാദിയേ അല്ല എന്ന് ഞാൻ ആദ്യം പറയുക. ഞാൻ പ്രത്യേകിച്ച് ദേവദാസന്മാരോട് സ്നേഹത്തിലും എല്ലാ നിലയിലുമൊക്കെ നല്ല രീതിയിൽ ഇടപെടുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ സെന്ററിൽ പ്രവർത്തിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. സന്തോഷമുള്ളെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹീത ദൈവദാസന്മാരാണ് നമ്മുടെ സെന്ററിലുള്ളത്. വളരെ മിടുക്കന്മാരായിട്ടുള്ള, ഭക്തന്മാരായിട്ടുള്ള, സാമർഥ്യമുള്ള, നന്നായി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരാണ് നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിലുള്ളത് എന്നുള്ളതിൽ വലിയ സന്തോഷം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് സമാധാനത്തോടെ നമുക്ക് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ